വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. BIF ആൻഡ് HDF പദ്ധതി. ആ പദ്ധതിയും അവതാളത്തിലായി. 2017 കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതിയിൽ 4158 പേരാണ് അപേക്ഷിച്ചത്. എന്നാൽ 1151 പേർക്ക് മാത്രമാണ് ഇതിനോടകം വീട് ലഭിച്ചത്. അത്രയും പേർക്കെങ്കിലും കിട്ടി. പദ്ധതി ആരംഭിച്ചിട്ട് 8 വർഷം പിന്നിട്ടു എന്നറിയുമ്പോഴാണ് 4/1 മാത്രമാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചത്. ഭൂരിഭാഗം പേർക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല. 2022 പൂർത്തിയാക്കേണ്ട പദ്ധതിയാണ് അനന്തമായി നീളുന്നത്. കുറച്ചു കാലം കോവിഡ് ഉണ്ടായി. പക്ഷേ അപ്പോഴും 2025 4/1 മാത്രമാകുന്നത് ആശങ്കയുണ്ടാക്കുന്നു. വിവരാവകാശ രേഖയിലെ വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അരുൺ സോളമൻ ചേരും കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, പുനർഗേഹം പദ്ധതി പാളി. ഇപ്പോൾ ഇതാ വേലിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ പദ്ധതിയും പാളുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും പുനർഗേഹം പദ്ധതി പാളിയതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കി 2017 വന്ന BIF ആൻഡ് HDF എന്ന് പറയുന്ന പദ്ധതിയാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 13ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് 2017 ആരംഭിച്ച ഈ പദ്ധതി 2022 തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഇപ്പോൾ 14ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി 2 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും ഈ പദ്ധതിയിൽ 4/1 പേർക്ക് പോലും ഈ പദ്ധതി പ്രകാരം ഈ ഗുണഭോക്താക്കൾക്ക് അവരുടെ ഭവനങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് 4158 പേരാണ് ഈ പദ്ധതി പ്രകാരം പ്രധാനമായും അപേക്ഷിച്ചതെന്നുള്ളതാണ്. ഈ ലൈഫ് പദ്ധതി വന്നപ്പോൾ തന്നെ പ്രധാനമായും ചില ഏജൻസികൾക്ക് സംസ്ഥാന സർക്കാർ വീടുകൾ നിർമ്മിച്ച് നൽകാനായിട്ട് കരാർ നൽകിയിരുന്നു. അത് പ്രകാരമാണ് ഫിഷറീസ് വകുപ്പ് ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിഷർ ഫോൾക്ക് എന്ന് പറയുന്ന ഈ ഏജൻസിക്ക് ഇത് നൽകിയത്. അത് പ്രകാരം 2 സ്കീമാണ് ഈ പദ്ധതിയിലുള്ളത്. അതായത് ഇപ്പോൾ ഈ 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർ, അതായത് CRZ പരിധിക്കുള്ളിൽ താമസിക്കുന്ന ഈ തീരദേശത്തുള്ള മനുഷ്യർക്ക് അവരുടെ വീട് വയ്ക്കാനായിട്ട് അവർക്ക് ഭൂമി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപയും, വീട് വെക്കാൻ ഭൂമി ഇല്ല എങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും, അങ്ങനെ 2 സ്കീമുകളാണ് ഈ പദ്ധതി പ്രകാരം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് 9 ജില്ലകളാണ് ഇത്തരത്തിൽ അപേക്ഷിച്ചിരുന്നത്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ, അങ്ങനെ 7 ജില്ലകളിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയിലായത്. ഈ പദ്ധതി പ്രകാരം ഈ 5 വർഷത്തിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിലുള്ള അപേക്ഷിച്ച മുഴുവൻ പേർക്കും അവർക്ക് വീടുകൾ ലഭിച്ചു എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. കാരണം ആലപ്പുഴയിൽ നിന്ന് 108 പേർ അപേക്ഷിച്ചു, അവർക്ക് മുഴുവൻ പേർക്കും വീടുകൾ ലഭിച്ചു. തൃശ്ശൂരിൽ നിന്ന് 17 പേർ അപേക്ഷിച്ചു, അവർക്കും വീടുകൾ ലഭിച്ചു. പക്ഷേ എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, കാസർഗോഡിൽ 1183 കുടുംബങ്ങളാണ് അപേക്ഷിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്നതും കാസർഗോഡ് തീരപ്രദേശത്ത് താമസിക്കുന്നവരാണ്. അവർക്ക് 117 പേർക്ക് മാത്രമാണ് വീടുകൾ ലഭിച്ചു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടും അത് പാളിപ്പോകുന്നു. പാതി നിലച്ച മട്ടിലേക്ക് ഈ പദ്ധതി മാറിയിരിക്കുകയാണ്. അരുൺ, 8 വർഷം പിന്നിട്ടപ്പോഴും 4/1 പേരെ മാത്രമാണ് അപേക്ഷിച്ചതെന്നുള്ളതാണ് നമുക്ക് ഇതിൽ എടുത്ത് സൂചിപ്പിക്കേണ്ടത്. താങ്ക് യു അരുൺ. അരുൺ സോളമനാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പുനർഗേഹം പദ്ധതി പാളിയതിനെക്കുറിച്ചും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേന്ദ്രത്തിൽ ഇത് പണം കിട്ടാത്തതുകൊണ്ട് സംസ്ഥാനത്തിന് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നതാവും സംസ്ഥാന സർക്കാരിൻ്റെ വാദം. പക്ഷേ ഇതൊന്നും ആ തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അറിയേണ്ടതില്ലല്ലോ. അവർക്ക് വീട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കുക. ഇപ്പോൾ തന്നെ സമയം വൈകി. 2022 പൂർത്തിയാകേണ്ട പദ്ധതിയാണ്. 4/1 പോലും പൂർത്തിയായില്ല എന്നാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.